ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ സാംസങ്ങിൻ്റെ ഗാലക്സി S25 എഡ്ജ് എന്ന ഫോൺ 5.8 ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. 163 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. 1,10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. എന്തിന് 1,10,000 കൊടുത്ത് ഈ ഒരു ഫോൺ വാങ്ങണം? കാരണം S25 പ്ലസിൻ്റെ പ്രൈസും സെയിം ആണ്. എന്നാലോ അതിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒന്നും ഇതിൽ വരുന്നില്ല. ടെലിഫോട്ടോ ലെൻസോ ബാറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ എന്തിന് ഈ പ്രൈസ് കൊടുത്തിട്ട് S25 എഡ്ജ് വാങ്ങണം? ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോൺ രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ 12GB 256GB ആണ്. അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസാണ് 1,10,000. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 512GB വേരിയൻ്റെ പ്രൈസ് 1,22,000 രൂപയായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ബേസ് മോഡൽ ഇപ്പം അവൈലബിൾ അല്ല. പക്ഷേ ആ ബേസ് മോഡലിൻ്റെ പ്രൈസിന് നിങ്ങൾക്ക് 512GB ഇപ്പം കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത്, 1,10,000 രൂപ. ആ ഒരു പ്രൈസിന് ഇതിൻ്റെ ഡിസൈൻ കാണാനൊക്കെ നല്ല രസമുണ്ട്. എപ്പോഴും സാംസങ്ങിൻ്റെ ആ കണ്ടുവന്ന ആ ഒരു ടിപ്പിക്കൽ ഡിസൈനിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ മാറ്റമുണ്ട്. കാണാൻ തന്നെ രസമുണ്ട്. ആര് കണ്ടു കഴിഞ്ഞാലും ഇത് S25 എഡ്ജാണെന്ന് അറിയുന്നവർക്ക് ഇത് മനസ്സിലാവും എഡ്ജാണെന്നുള്ളത്. അപ്പോൾ അതിനൊരു നല്ലൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്, രസമുണ്ട്. 3 കളേഴ്സിലാട്ടോ ഈ ഒരു ഫോൺ വരുന്നത്. 5.8 തിക്നെസ്സും വരുന്നുണ്ട്. 163 ഗ്രാം വെയിറ്റാണ് വരുന്നത്. ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. ടൈറ്റാനിയത്തിൻ്റെ ഫ്രെയിമാണ്, ബാക്ക് ഗ്ലാസ് ആണ്, വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി തന്നെ ആയിട്ട് ഈ ഒരു ഫോൺ വരുന്നത്. S25 അൾട്രയിൽ കിട്ടുന്ന എക്സാക്റ്റ് ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ലിമ്മാണ്, ഒരു രക്ഷയില്ല. ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. ഉഗ്രനാട്ടോ, ഡിസൈൻ വൈസ് ഒരു കുഴപ്പവും എനിക്ക് പറയാനില്ല. അത്രക്കും ദി ബെസ്റ്റ്. ആ ഒരു 1,10,000 കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ദി ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു ഫോണ് കിട്ടുന്നത്. IP68 IP റേറ്റിംഗ് അടക്കം കൊടുത്തിട്ടുമുണ്ട്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന 2K റെസൊല്യൂഷൻ ഉള്ളൊരു ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO പാനലാണ്, 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2യുടെ പ്രൊട്ടക്ഷനാണ് ഇതിന് വരുന്നത്. സോ ബെസ്റ്റ് ലെവൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. S25 അൾട്രയിൽ എന്താണോ ഡിസ്പ്ലേ ഉള്ളത് അതേ എക്സാക്റ്റ് നല്ല ഡിസ്പ്ലേ, സൈസ് കുറഞ്ഞിട്ടുള്ള നല്ല ഡിസ്പ്ലേ, നല്ല പ്രൊട്ടക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഒരു കുഴപ്പമില്ല, ഡിസ്പ്ലേ പറ്റി ഒരു കുറവും പറയാനില്ല. ദി ബെസ്റ്റ് ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ ക്യാമറ 200 MBയുടെ ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് 12 MBയുടെ അൾട്രാ വൈഡ് ക്യാമറയാണ് റിയറിൽ വരുന്നത്. സെൽഫി ക്യാമറ ആണെങ്കിൽ അവിടെ 12 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 8K 13 FPS മാക്സിമം നിങ്ങൾക്ക് അതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിലാണെങ്കിൽ 4K 16 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, ദി ബെസ്റ്റാണ്. 200 MBയുടെ മെയിൻ ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ S25 അൾട്രയിലെ ആ രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് എന്തായാലും ഇന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും ഉള്ളൊരു കുറവ് എന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസ് ഈ ഒരു ഫോണിലില്ല. ഇത്രയും പ്രൈസ് കൊടുത്തിട്ടും, അതായത് ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന S25 പ്ലസ്സിൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട് 3Xൻ്റെ. ഇതിൽ ആ ഒരു കാര്യം മിസ്സിങ് ആണ്. സോ അതൊരു വലിയൊരു കുറവാണ്. ഇത്രയും പ്രൈസ് കൊടുക്കുന്ന ഫോണിൽ ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്ന് പറയുന്നത് അത് ഭയങ്കര ബോറായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു കാര്യം ഇതിൽ മിസ്സിങ് ആണ്. ക്യാമറയുടെ കാര്യത്തിൽ ബാക്കിയൊക്കെ വേറെ ലെവലാണ്, പക്ഷേ ടെലിഫോട്ടോ ലെൻസ് എന്ന കാര്യം ഇല്ല. ഇനി പെർഫോമൻസ് ആണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 888 ചിപ്സെറ്റാണ്, അതിലൊന്നൊരു മാറ്റമില്ല. LPDDR5Xൻ്റെ റാം വരുന്നുണ്ട്. UFS 4.0ൻ്റെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ്, അതിലൊന്നൊരു മാറ്റവും വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് വരുന്നത്. One UI 7 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. എല്ലാം സാംസങ് ബാക്കിയുള്ള S25 സീരീസിലുള്ള അതൊക്കെ സെയിം ആണ്, ഒരു വ്യത്യാസം ആ കാര്യത്തിൽ വരുന്നേ ഇല്ല. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 3900 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടാണ് ഫാസ്റ്റ് ചാർജറായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര നല്ല ബാറ്ററി ലൈഫ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, കാരണം വലിയ ഡിസ്പ്ലേ ആണ്. ഇപ്പം S25 4000 mAh ബാറ്ററി അതിന് വരുന്നുണ്ട്. പക്ഷേ അതിന് ഡിസ്പ്ലേ സൈസ് ആണെങ്കിൽ 6.3 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതിന് വലിയ ഡിസ്പ്ലേ സൈസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ബാറ്ററി ലൈഫ് കിട്ടും എന്നുള്ളതിന് ഒരു ഇതുമില്ല. അതൊക്കെ ഇനി റിവ്യൂസ് വരുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് ബാറ്ററി ലൈഫ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ബാറ്ററി കൂട്ടായിരുന്നു. ഇപ്പോൾ സ്ലിമ്മസ്റ്റ് ആക്കാൻ നോക്കിയാൽ പോലും ബാറ്ററി ഒരു വേണ്ട കാര്യമാണ്. ഇപ്പോൾ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഓക്കെയാണ്. കാരണം ഇപ്പോൾ S25 പ്ലസ്സിലാണെങ്കിൽ 4900 mAh ബാറ്ററിയാണ്. അതുകൊണ്ടാണ് അതിന് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുള്ളത്. S25 പ്ലസ് അൾട്രക്കാണെങ്കിലും 45 ഉള്ളത് അതിന് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇപ്പോൾ S25 4000 മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഈ എല്ലാ ഫോണും ഓൾമോസ്റ്റ് സെയിം
ടൈമിങ്ങിലാണ്, ഒരു ചാർജിങ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 25 വാട്ട് ഉണ്ടായാലും ആ ഒരു മണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫോണിലും ഈ ഒരു എക്സാക്റ്റ് സെറ്റപ്പാണ് വരുന്നത്. എനിക്ക് 1 മണിക്കൂർ മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് 25 വാട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ബാറ്ററി കുറച്ചും കൂടെ കൂട്ടായിരുന്നു കേട്ടോ. ഭയങ്കര കുറവാണ്. 3900 mAh ബാറ്ററി, ഇത്രയും വലിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാകും. ഭയങ്കര ചെറിയ ബാറ്ററിയാണ് കേട്ടോ അതിനുള്ളത്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ 1,10,000 കൊടുത്തിട്ട് എന്തിനാണ് ഈ ഫോൺ വാങ്ങേണ്ടത്? ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ആകെ ഞാൻ പറയാനുള്ള S25+ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടൈറ്റാനിയം ഫ്രെയിം കിട്ടുന്നുണ്ട്. പിന്നീട് ഫ്രണ്ടിൽ സെറാമിക് 2 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഡിഫറൻസ് നോക്കണം, പ്രൊട്ടക്ഷൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത്. പിന്നീട് എന്താണ്, സ്ലിമ്മായിട്ടുള്ള ഡിസൈനാണ്. സ്ലിമ്മാണ്, വെയിറ്റ് കുറവാണ്. അത് മാത്രമേ ഉള്ളൂ. ഡിസൈനിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറെ എന്താ ഇതിലുള്ളത്? വേറെ എല്ലാം സെയിം ആണ്, വേറെ ഒന്നുമില്ല. പക്ഷേ S25+ലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, ബെറ്റർ ബാറ്ററി, ബെറ്റർ ഫാസ്റ്റ് ചാർജർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതല്ലേ ബെറ്റർ. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നല്ലൊരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൈസിന് അത്രക്കും നല്ലൊരു സാംസങ്ങിൻ്റെ ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു സ്ലിമ്മസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല കയ്യിൽ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റോ ഒക്കെ കുറഞ്ഞ അങ്ങനെയുള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി S25 എഡ്ജ് എടുത്തും. എല്ലാത്ത രീതിയിൽ S25+ ആണ് ദി ബെസ്റ്റ് എന്നുള്ളത്. ആകെ ഒരു 2000 രൂപയുടെ വ്യത്യാസം. ഇപ്പം S25+ൻ്റെ പ്രൈസ് ആണെങ്കിൽ 1,22,000 ആ റേഞ്ചാണ് അതിൻ്റെ 512 GB പ്രൈസും. അപ്പോൾ 22 അല്ല 24 തോന്നുന്നു. അപ്പം ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതിലാണെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, വലിയ വ്യത്യാസങ്ങളുമില്ല. അത്യാവശ്യം സ്ലിമ്മാണ്. 7.3 തിക്നെസ് മാത്രമേ ആ ഒരു ഫോൺ വരുന്നുള്ളൂ. തിക്നെസ്സും അത് ഭയങ്കര ബൾക്കായിട്ടുള്ള ഫോണല്ല, അതും സ്ലിമ്മാണ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ലോണം സ്ലിമ്മാണെന്നേ ഉള്ളൂ, അതും വലിയ ബൾക്കായിട്ടുള്ള ഫോണല്ല. അതെടുത്താൽ പോരെ, എന്തിനാണ് ഇതെടുക്കുന്നത്? അതാണ് ഈ സ്ലിമ്മസ്റ്റ് ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അല്ലാതെ ഇത് എടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ, വേറെ ഒരു കാര്യമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിട്ടായി കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.